വല്യമ്മച്ചി, ദേ അവരെത്തി. എന്താ മോളെ, സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡർ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇങ്ങ് വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്താ പറ അതിന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല, നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ, വല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ. അതന്നെ. അതന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. അല്ല, അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അങ്ങ് അകത്തോട്ടിരിക്കാം. ദേവിച്ച, എന്തിരിപ്പ ഇരിക്കുന്ന? അവരെല്ലാം വന്നിരിക്കുന്നു. വാ, എണീറ്റ് വാ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇരിക്കെ. അല്ല, അങ്കിളിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണമെന്ന് പറഞ്ഞു നിൽക്കുക ഡേവിച്ചൻ. അയ്യോ, നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട്? അവിടെ ബിസിനസ് അല്ലേ, പിന്നെ എനിക്കൊരുത്തിനെ വിശ്വാസമില്ല. സ്വന്തം മോളെ പോലെ അപ്പച്ചനും അമ്മച്ചി എന്നെ നോക്കുന്നത് എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ആ പിന്നെ, കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഒരു വിശേഷമില്ലേ? അറ്റ്ലീസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എങ്കിലും ഒന്ന് പറഞ്ഞതാ. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള്? അയ്യടി, പെണ്ണിന്റെ ഒരു കിന്നാരം പോടി. രണ്ടുപേരും കൂടി എന്നതാ ഒരു കൊച്ചു വർത്താനം. ഓ, ഇതുങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ നേരം വെളുക്ക് നടമര ഇരുന്നോളും. ഉറക്കം പോലും കളഞ്ഞു. അയ്യോ, അപ്പൊ അപ്പഴാ ഉറങ്ങുന്നേ? പകല് മുഴുവൻ ഉറങ്ങി ആ ക്ഷീണം തീർക്കും. ആഹാ. ദീന പോയതോടെ എവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി ഉറങ്ങും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ശരി അങ്ങോട്ട് പോര്. എന്നാത്തിനാ ഹോസ്റ്റലിലൊക്കെ നിന്ന് കാശ് കളയുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലയോ കോളേജ്? അയ്യോ, അത് ശരിയാവില്ല. ചേച്ചിയുടെ കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ, പഠിത്തം നടക്കുകയല്ല. ചാക്കോച്ചൻ എന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു. പക്ഷെ ഇപ്പോ ഔസപ്പച്ചും കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു വേണം. അമ്മച്ചി, ചുങ്കത്തറ വലിയ മുതലാളിയുടെ ഏറ്റവും അടുത്ത വിശ്വസനായിരുന്നു നമ്മുടെ ഇച്ചായൻ. ഇച്ചായനോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരുടെ അടുപ്പം കാരണം ഇഞ്ചക്കടമ്പത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായാലും ഞാൻ നാളെ പോകും. ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത്. നീ എന്നെ ആദ്യ പഠിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറവാനേ. ഇച്ചായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അമ്മച്ചി. തൊന്നിച്ചനെ കൊന്നതാ. ആര്? തൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാടൻ മത്തായി. ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി.
കുഞ്ഞോ? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടിയൊക്കെ വെച്ചേ കുഞ്ഞെ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീനക്കുഞ്ഞേ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങള്? അന്നക്കുട്ടി അങ്ങ് മെലിഞ്ഞു പോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു വിട്ടതാ കുഞ്ഞെ. കുഞ്ഞു നടന്നോ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇത് ആര്? ഷേളി മോളോ? വരുന്നവരെ അറിയിച്ചാൽ കാർ അയക്കുമായിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. താണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ മോളെ? നീ എന്തോന്നും അറിയിക്കാതെ? നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ? വാ ഇരിക്ക്. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാ. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? അത് തന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ പോന്നു. അപ്പൊ ഇങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടിയപ്പുറത്ത് ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ. നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഇതെന്തെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ 1-2 കോപ്പീസ് എനിക്ക് വേണം. കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല. മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ, പഞ്ചപാവാ. എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലിയെ ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. സോറി, താഴെ ബാത്റൂം വെള്ളമില്ല. എന്റെ ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പിത്തരാം. ഇല്ല, ഞാൻ വിളമ്പാം. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പാൻ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യത്! ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. അതെ. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. അത് തന്നെ തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 കൊളിച്ച്. എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അത് തന്നെ, കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് പോയി സമയം എടുക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ. ആ,
പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം കേൾക്കണം. അയ്യോ വല്ലാത്ത തലവേദന. വെള്ളം കൊടുക്ക്. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയാ ഞാൻ പൊന്നോണ്ടോ. നേരല്ലേ നേരല്ലേ നേരല്ലേ. എന്താ അപ്പച്ച? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്ത് എന്ന് പിച്ചെടുക്കേണ്ട വരും. അതന്നെ എന്റെ ദൈവമേ.